എന്റെ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ അവരെന്ത് വേണം? അവര് ഒരു പണ്ഡിതനെ കണ്ടാൽ ആ പണ്ഡിതനോട് ചോദിച്ചു പഠിച്ചുകൊണ്ടേ ഇരിക്കണം. പഠിക്കൽ തീരലില്ല, പഠിക്കൽ അവസാനിക്കലില്ല. മറിച്ച് എന്നും മനുഷ്യൻ പഠിക്കണം. അതുകൊണ്ടാണല്ലോ വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഏറ്റവും വലിയ അറിവുള്ള അല്ലാഹു തആല ഏറ്റവും വലിയ അറിവ് നൽകിയ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ ومن علومك علم اللوح والقلم. ലോകത്ത് നടന്നതും നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കപ്പെട്ടതാണല്ലോ ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ഒരു ഭാഗം മാത്രമാണ്. എത്രയോ അറിവുകൾ അതിന്റെ പുറമെയും നബി തങ്ങൾക്കുണ്ട്. അത്രയും അറിവ് അല്ലാഹു തആല നൽകിയിട്ടുള്ള വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാത്തത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയേ. അങ്ങേക്ക് അല്ലാഹു തആല തന്ന ബഹുമാനവും ഔദാര്യവും അത് വളരെ മഹത്തരമാണ് നബിയേ. അങ്ങനെയൊക്കെ അറിവ് കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നിർദ്ദേശം എന്താണ്? വഅല്ലമക മാ ലം തകുൻ തഅലം എന്ന് പറഞ്ഞ് അല്ലാഹു വലിയ ബഹുമാനം പറഞ്ഞ നബി തങ്ങളോട് റബ്ബഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമു എനിക്ക് വർദ്ധിപ്പിച്ചു തരണമെന്ന് അവിടുന്ന് പ്രാർത്ഥിക്കണേ നബിയേ. ഒരിക്കലും ഇൽമു പഠിച്ചു തികഞ്ഞു എന്നൊരു ധാരണ പാടില്ല. പഠിച്ച് പാസ്സായി, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന ഒരു ധാരണ പാടില്ല. മറിച്ച് മരണം വരെ പഠനം തന്നെയായിരിക്കണം. പഠിക്കലിൽ നിന്ന് ഒഴിവാകാൻ ഒരു മിനിറ്റും ഒരു മുതഅല്ലിമിനും ഒഴിവില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിച്ചിട്ട് നമുക്ക് തീർക്കാൻ കഴിയില്ല, അവസാനിപ്പിക്കാൻ കഴിയില്ല. കിട്ടുന്ന സമയങ്ങളൊക്കെയും കിതാബ് മുതാല ചെയ്യണം. വായിക്കാതെ പഠിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഖുർആൻ ആദ്യമായി ഇറക്കിയത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കണം, ഓതണം, പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖാലിഖായ പടച്ചവന്റെ പേരുച്ചരിച്ചുകൊണ്ട് ബറക്കത്തെടുത്ത് പഠിക്കണം. അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഇൽമു ലഭിക്കൂല. അവനാണല്ലോ എല്ലാ ഇൽമും തരുന്നവൻ. ആ ഇൽമു അല്ലാഹു തആല പഠിക്കുന്നത് മുഖേന തരുന്നുണ്ട്. അത് കൂടാതെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തരുന്ന ഇൽമുണ്ട്. അതാണല്ലോ ഖുർആനിൽ അല്ലാഹു തആല ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണേ, അല്ലാഹു വിരോധിച്ചതൊഴിക്കണേ. അല്ലാഹുവിന്റെ മുന്നിൽ താഴ്മയോടെ മനസ്സ് ശുദ്ധിയാക്കി ജീവിക്കണേ. അഹങ്കാരമില്ലാതെ ഞാനൊരു വലിയവനാണെന്നോ വിവരമുള്ളവനാണെന്നോ ഞാനൊരു ആദരിക്കപ്പെടേണ്ടവനാണെന്നോ പരിഗണിക്കപ്പെടേണ്ടവനാണെന്നോ ഇങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ചിന്തകളൊന്നുമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി, അതാണല്ലോ തഖ്വയുടെ ഉറവിടം. തഖ്വ ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതുക. വേറെ ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കലോ, കൈപിടിച്ചു ചുംബിക്കലോ, വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലോ, അല്ലെങ്കിൽ അവരുടെ ആദരവ് ലഭിക്കലോ ഒന്നും ചിന്തിക്കാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം കരുതി, അതാ സാലിഹീങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇൽമു പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു
ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാകുമ്പോ നബിയൂനൽ ആവീറുൻ നഹി ഫലാഹദു അബറാ ഫി ഖൗലിനാ മിൻഹു വലനഅമീം. യെസ് പറഞ്ഞത് നബിതങ്ങളാണ്, നോ പറഞ്ഞതും നബിതങ്ങളാണ്. എന്തെല്ലാം നമുക്ക് പറ്റുമോ അതിനെല്ലാം അവിടുന്ന് യേസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറ്റാത്തതുണ്ടോ അതൊക്കെ നോ പറഞ്ഞിട്ടുണ്ട്. ആ നബിതങ്ങളുടെ കൽപ്പനയനുസരിച്ച് അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിച്ച് തഖ്വയോടെ ജീവിച്ചാൽ അല്ലാഹു തആല ഓഫർ പറയുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, തഖ്വയോടെ ജീവിക്കണേ. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കും. അല്ലാഹു ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇൽമു തരും. അതിനാണ് ലദുന്നിയായ ഇൽമു എന്ന് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു മദീന സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ മദീനയിൽ കടക്കാൻ ധൈര്യം വന്നില്ല. കാരണം പാപിയായ ഞാൻ. അങ്ങനെയാണ് മഹാന്മാർ അവരെ പറ്റി വിചാരിക്കുക. നമ്മളൊക്കെ 2 ദിവസം മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച എന്റെ അടുക്കൽ ഒരാൾ വന്നു. കുറെ ആളുകൾ വന്നിട്ടുണ്ട് സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തരാൻ വേണ്ടി. ഒരാളിങ്ങനെ കാത്തു നിന്ന് എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ അവസാനം സംസാരിക്കാറ്. ഞാൻ വിചാരിച്ച എന്തോ കാര്യമായിട്ട് പറയാണ്ടാവും. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ അങ്ങോട്ട് പോയി ഇരുന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ആളാണ്, ഞാൻ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ആളാണ്, അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ആളല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ പോവാണെന്ന് ഞാൻ ഇറങ്ങി ഞാൻ പോവുകയും ചെയ്യും. ചെറിയ മാനസിക അസ്വസ്ഥത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു അള്ളാഹുമായിട്ട് അടുത്ത ആളാണ് എന്ന് നമ്മൾ ആരുടെ മനസ്സിലും ഒരിക്കലും തോന്നിപ്പോകരുത്. ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ദ്വാരക്കാൻ പറയും, ചിലപ്പോൾ കൈ പിടിച്ച് ചുംബിക്കും, ചിലപ്പോൾ ഉസ്താദേ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നെല്ലാം പറയും മനുഷ്യന്മാര്. അതൊന്നും കേൾക്കുമ്പോൾ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യത്തെ കുറിച്ച് ബോധമുള്ളവരാകണം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? അതിനേക്കാൾ വലിയ ഒരു വലിയില്ലല്ലോ, ഒരു ഖുതുബില്ലല്ലോ, ഒരു പണ്ഡിതനില്ലല്ലോ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? എന്നെ വെറും ഒരു മരത്തിന്റെ ഇലകളായി അല്ലാഹു സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? അങ്ങനെ ഒരിക്കലും തന്നെ ഞാനൊരു വലിയവനാണെന്ന് ചിന്തയില്ലാതെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന മഹാനാണ് അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് സിയാറത്തിന് ചെന്നപ്പോ മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല. നബിതങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ മാത്രം എനിക്ക് അതാ ഗുണമുണ്ടോ? ഞാൻ അതിന് മാത്രം ശുദ്ധിയുണ്ടോ? നബിതങ്ങളിൽ ഒരു സമ്മതം കിട്ടിയിട്ട് കടക്കാം എന്ന നിലക്ക് പുറത്തവിടെ കിടന്നു. ആ കിടത്തം കുറെ ദിനങ്ങളോളം കിടന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുത്തു, ഇങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് യമനിൽ പോയിട്ട് 10 ഔലിയാക്കളെ സിയാറത്ത് ചെയ്യണം. അതിൽ 5 ആള് ജീവിച്ചിരിക്കുന്നവരും 5 ആള് മരണപ്പെട്ടവരുമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ മഹത്വം, മരണപ്പെടുമ്പോൾ മഹത്വം കൂടുകയാണല്ലോ. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. അല്ലാഹു തആല പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ അവർക്ക് ജീവിതവും മരണവും സമമാണ്. ജീവിക്കുന്ന കാലത്ത് അവർക്ക് എന്തൊക്കെ കറാമത്തുണ്ടോ അതൊക്കെ മരണത്തിന് ശേഷവും തുടരുക
തുടരുകയാണ്. അതിന്റെ ആ കറാമത്ത് ഒന്നുകൂടി വർദ്ധിക്കുകയാണ് എന്നാണല്ലോ ഇമാം റളിയല്ലാഹു അൻഹു വിശദമായി വിവരിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ മരണത്തിന് ശേഷമുള്ള 5 ഔലിയാക്കൾ അവരെയും സിയാറത്ത് ചെയ്യണം. ജീവിച്ചിരിക്കുന്ന 5 ആളെയും സിയാറത്ത് ചെയ്യണം. ഉടനെ മദീനയിലേക്ക് കടക്കാതെ യമനിലേക്ക് മടങ്ങി. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മുഹമ്മദുൻ നഹാരി റളിയല്ലാഹു അൻഹു. അടുത്ത് എന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വഅലൈക്കുമുസ്സലാം മർഹബാ മർഹബൻ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ചാകെ സ്വാഗതം. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, നിങ്ങൾക്ക് വഹി വരുന്നുണ്ടോ? എന്നെ റസൂലുള്ളാഹി സ്വപ്നത്തിൽ നിർദ്ദേശിച്ച് പറഞ്ഞേച്ച വിവരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ ഓതിക്കൊടുത്ത ആയത്താണ് ഞാൻ നേരത്തെ ഓതിയത്. നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? അബ്ദുല്ലാഹി അഫീ ഖുർആനിൽ കണ്ടില്ലേ? ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കൂ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കൂ. രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്ന അല്ലാഹ്, അവനെ ഭയപ്പെട്ട് ജീവിക്കൂ, അവനെ സ്നേഹിച്ച് ജീവിക്കൂ, അവന് വിധേയപ്പെട്ട് ജീവിക്കൂ. വയുഅല്ലിമുകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ഇൽമ് പഠിപ്പിക്കും. അതാണ് ഡയറക്റ്റ് ലഭിക്കുന്ന ഇൽമ്. ആ ഇൽമ് ലഭിക്കാൻ ആവശ്യം തഖ്വയാണ്. തഖ്വ ഇല്ലെങ്കിൽ അത് ലഭിക്കൂല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾക്ക് അത് തീരെ ലഭിക്കൂല. കാരണം അവർ ഏറ്റവും വലിയ ഫാസിഖുകളാണ്. അവരാശയം തന്നെ തെറ്റിപ്പോയവരാണ്. വ്യാജ ത്വരീഖത്തിന്റെ ശൈഖ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കള്ളവാദിക്കോ അവനെ അനുസരിക്കുന്നവർക്കോ അത് ലഭിക്കൂല.